രുചി വൈവിധ്യങ്ങളാൽ നിങ്ങളുടെ മനസ്സിനെ കീഴടക്കാൻ സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര. വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രവർത്തകർ കേരള കലാമണ്ഡലത്തിലെത്തി വൈസ് ചാൻസലറുമായി ചർച്ച നടത്തി. കലാമണ്ഡലത്തിലെ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ടായിരുന്നു ചർച്ച. കേരള കലാമണ്ഡലത്തിൽ വ്യാഴാഴ്ച നടക്കുന്ന തിമില, തുള്ളൽ തുടങ്ങിയ വിഭാഗങ്ങളിലേക്കുള്ള താൽക്കാലിക അധ്യാപന നിയമനത്തിനായി വാക്ക്-ഇൻ ഇന്റർവ്യൂ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷാനവാസ്, DCC ജനറൽ സെക്രട്ടറി ജോണി മണിച്ചിറ, CP ഗോവിന്ദൻകുട്ടി തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘം കലാമണ്ഡലത്തിലെത്തിയത്. പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ വാക്കുതർക്കമുണ്ടായെങ്കിലും ഉടൻ തന്നെ പരിഹരിക്കപ്പെട്ടു. കലാമണ്ഡലത്തിലെത്തിയ പ്രവർത്തകർ വൈസ് ചാൻസലർ ഡോക്ടർ അനന്തകൃഷ്ണനുമായി ചർച്ച നടത്തി. വാക്ക്-ഇൻ ഇന്റർവ്യൂ നടത്തിയാൽ അത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി തടയുമെന്നും PI ഷാനവാസ് കൂട്ടിച്ചേർത്തു. കേരള കലാമണ്ഡലത്തിൽ സാംസ്കാരിക വകുപ്പിന്റെ അനുമതിയോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള സർക്കാരിന്റെ മാനദണ്ഡങ്ങളോ പാലിക്കാതെ നിരവധി ഇന്റർവ്യൂകൾ വയ്ക്കുകയും ആളുകളെ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിട്ടുണ്ട്. പുതിയതായി തിമില അധ്യാപകരുടെ ഇന്റർവ്യൂ നടത്താൻ വേണ്ടി കലാമണ്ഡലം നിശ്ചയിച്ചു എന്നുള്ള അറിയിപ്പ് കിട്ടി. അത് രേഖാമൂലം രജിസ്ട്രാറുടെ കത്തും കണ്ടതിന് അടിസ്ഥാനത്തിൽ ഇന്ന് DCയെ കാണാൻ എത്തിയിട്ടുള്ളത്. സാംസ്കാരിക വകുപ്പ് ഇതിനെക്കുറിച്ച് ഒരു അറിവില്ല, സർക്കാരിന് അറിവില്ല. ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ് സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാം എങ്കിൽ കൂടിയും ആ തീരുമാനങ്ങളൊക്കെ കുറച്ചുകൂടി ജനകീയമാണ്. ഇത്തരത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി കലാമണ്ഡലത്തിൻ്റെ നാശോന്മുഖമായ പ്രവർത്തന നേതൃത്വം കൊടുത്ത ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളത്തെ ഈ തിമില അധ്യാപകരുടെ ഈ ഇന്റർവ്യൂ മാറ്റിവെക്കണമെന്ന് VCയെ കണ്ട് അറിയിച്ചിട്ടുണ്ട്. പോലീസിനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ തന്നെ ഞങ്ങൾ ചെയ്യുള്ളൂ എന്നുള്ള നടപടിയിലേക്ക് VCയും സംഘാംഗങ്ങളും കടന്നാൽ നാളത്തെ ഇന്റർവ്യൂ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തടഞ്ഞിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കേരള കലാമണ്ഡലത്തിനെ ഇത്രത്തോളം നശിപ്പിച്ച കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് എല്ലാ മേഖലകളും സാമ്പത്തികമായി, സാംസ്കാരികമായി അങ്ങനെ ഒരു കലാ ലോകത്തിന് മുന്നിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു സ്ഥാപനത്തിനെ ഏതൊക്കെ തരത്തിലാണോ അപമാനിക്കാൻ കഴിയുക, കൊള്ളയടിക്കാൻ കഴിയുക, ആ കൊള്ള സംഘത്തിനെ ഇതിനകത്ത് നിന്ന് ഇറക്കാതെ ഞങ്ങൾ പിന്മാറില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇവിടെ സാംസ്കാരിക വകുപ്പുണ്ട്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുണ്ട്, സാംസ്കാരിക മന്ത്രിയുണ്ട്. ഇവരാണ് ഈ സാംസ്കാരിക വകുപ്പിന് കീഴിൽ വരുന്ന ഇത്തരം സ്ഥാപനങ്ങളുടെ തീരുമാനങ്ങൾ യഥാർത്ഥത്തിൽ കൈക്കൊള്ളേണ്ടത്. പക്ഷേ ഇവിടെ ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനങ്ങൾ ചില ആളുകൾ നിലനിർത്തുന്നതിന് വേണ്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ് ഇവിടെ ഇപ്പോൾ VCയുടെ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പെൻഷനായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് ഇവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ ജീവനക്കാരുടെ ചാർജ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം നടത്തുന്ന ഇത്തരത്തിലുള്ള അഴിമതികൾ സർക്കാർ നടപടിയെടുക്കാൻ കഴിയില്ല, കാരണം ആൾ പെൻഷനായിട്ടുള്ള ആളാണ്. അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളുമായിട്ടാണ് ഈ കലാമണ്ഡലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഭരണാധികാരികൾ ഇത് നിർത്തിയിട്ടില്ലെങ്കിൽ 102 സീറ്റുമായിട്ട് UDF അധികാരത്തിൽ വന്ന കേരളത്തിൽ അതിനർത്ഥം പുതിയ നിയമനങ്ങളൊന്നും ഈ ഭരണസമിതിയോ ഈ രജിസ്ട്രാറോ ഈ VCയോ എടുക്കേണ്ട ആവശ്യമില്ല. പുതിയ തീരുമാനങ്ങൾ പുതിയ സർക്കാർ എടുക്കട്ടെ, പുതിയ ഭരണസമിതി വരട്ടെ. എല്ലാ യൂണിവേഴ്സിറ്റികളിലും മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരള കലാമണ്ഡലത്തിൽ മാത്രം ഇത്തരത്തിലുള്ള ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കുക, ഇവിടെ ആളുകളെ തിരികെ കയറ്റുക, അധ്യാപകരെ അനധ്യാപക നിയമനം, ഇതിന്റെ ഓഫീസിനകത്തുള്ള നിയമനം, ഇതൊന്നും ഇനി ഈ ഭരണസമിതിയോ ഈ രജിസ്ട്രാറോ ഈ VCയോ നടത്തണ്ട. നാളെ നടക്കാൻ പോകുന്ന ഇന്റർവ്യൂ മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ ഒരു സംശയം വേണം, ഇന്റർവ്യൂ തടഞ്ഞിരിക്കും. തീരുമാനം ഉടൻ അറിയിക്കാമെന്ന വൈസ് ചാൻസലറുടെ ഉറപ്പിന്മേൽ പ്രവർത്തകർ തിരികെ പോവുകയായിരുന്നു. അതേസമയം അധ്യാപകരുടെ കുറവ് വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കുന്നതിനാൽ അധ്യാപക നിയമനം അത്യാവശ്യമാണെന്നും വകുപ്പ് മേധാവികളുടെയും ഉന്നത അധികാരികളുടെയും നിർദ്ദേശത്തിനനുസരിച്ച് ഇന്റർവ്യൂ നടത്തേണ്ട കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ അനന്തകൃഷ്ണൻ വ്യക്തമാക്കി. നാളെ 2-3 വിഷയത്തിലുണ്ടോ കലാവിഷയങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഇന്റർവ്യൂ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് വന്നതെന്ന് പറഞ്ഞത്. കാരണം നമുക്കിപ്പോൾ ഇവിടെ കലാവിഷയങ്ങൾ പഠിപ്പിക്കാൻ അധ്യാപകരില്ല. അങ്ങനെ അധ്യാപകരില്ലാത്ത വിഷയങ്ങളിലേക്കാണ് നമ്മൾ ഒരു വാക്ക്-ഇൻ ഇന്റർവ്യൂ വെച്ചിരിക്കുന്നത്. കാരണം ക്ലാസ്സുകൾ പലതും നടക്കുന്നില്ല, കുട്ടികൾ വളരെ പ്രതിഷേധത്തിലാണ്. ആ സാഹചര്യത്തിൽ നമ്മൾ ടീച്ചേഴ്സ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പൂട്ടിയിടേണ്ടി വരും. ആ ഒരു സാഹചര്യം വന്നുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ അനൗൺസ് ചെയ്തത്. അപ്പം അതിന് എല്ലാ വർഷവും നമ്മൾ ചെയ്യുന്ന കാര്യമാണിത്. അപ്പം അതിനെ എതിർത്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു
റെപ്രസെൻറ്റേഷൻ വന്നിട്ടുള്ളത്. റൈറ്റ് വിഷൻ ന്യൂസ്, ചെറുതുരുത്തി. പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര. ഇന്ത്യൻ, അറബിക്, ചൈനീസ് വിഭവങ്ങളും ജ്യൂസ്, ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും. ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും. കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു. കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് MSN ഓഡിറ്റോറിയത്തിന് എതിർവശം, തോന്നൂർക്കര. ഫോൺ 9447 062266.